പഴശ്ശി ഡാം മുതൽ ആരംഭിച്ച ഇറിഗേഷൻ വിഭാഗത്തിന്റെ റീസർവേയുമായി ബന്ധപ്പെട്ട് വെളിയമ്പ്രയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. റീസർവേയിൽ നിരവധി വീടുകൾ ഉൾപ്പെടുന്നതിനാലാണ് അലിവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി സംഘടിപ്പിച്ചത്. പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആ കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന സെൻസേരിയുടെ അടുത്താണ് അതിന്റെ അകത്താണ് കുറ്റിയിടിച്ചത്. അപ്പോൾ അവിടെ പുഴയുണ്ട്. പുഴ എന്ന് പറഞ്ഞാൽ പുഴയുടെ പേര് വെമ്പുക എന്നാണെങ്കിൽ പോലും തോടാണ്. അപ്പോൾ ഇത് അവിടെ നിന്ന് ഇതിൻ്റെ പരാതി ഉണ്ടായിട്ട് മന്ത്രി തന്നെ, റവന്യൂ മന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷും കൂടി അവിടെ നിന്ന് സർവേ ഡയറക്ടർ ഉൾപ്പെടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, അയ്യങ്കുന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ആർമ പ്രസിഡന്റ് ഉൾപ്പെടെ, അവിടെ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ ഉൾപ്പെടെ യോഗം വിളിച്ച് അതിനകത്ത് പരിഹാരം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു. മന്ത്രി 1 വർഷം മുൻപ് വില്ലേജ് ഓഫീസിൻ്റെ കെട്ടിട ഉദ്ഘാടനം വന്നപ്പോൾ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ അവിടുത്തെ പള്ളി അച്ഛനും എല്ലാവരും ചേർന്ന് ആ വിഷയം പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അതിൻ്റെ ഫയല് ഓർഡർ വരാൻ ഗവൺമെൻറ്റിലേക്ക് പോയിരിക്കുകയാണെന്ന്. ചെയർപേഴ്സണോട് പറഞ്ഞു കീഴൂരിൽ നിന്നും യോഗം ചേർന്ന് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ ഇനി ഗവൺമെൻറ്റിലേക്ക് പോകണം. വെളിയമ്പ്ര മുതൽ ആരംഭിച്ച റീസർവേയിൽ 50ഓളം വീടുകൾ ഭാഗികമായും 5ഓളം വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. മാത്രമല്ല, നിർമ്മാണം നടക്കുന്നതും മറ്റുമായ കടമുറികൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സർവേയിൽ ഉൾപ്പെടുന്നുമുണ്ട്. ഇതിന്റെ ഭാഗമായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ വെളിയമ്പ്ര ബാഫക്കി മെമ്മോറിയൽ LP സ്കൂളിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത അധ്യക്ഷയായി. PP ഉസ്മാൻ, ചന്ദ്രൻ തിലങ്കേരി, അൻസാരി തിലങ്കേരി, വിനോദ് കുമാർ, VM ഇബ്രാഹിം, P. ബഷീർ, നജ്മുന്നീസ, KV അബ്ദുള്ള, PK അയ്യൂബ്, ദാമോദരൻ, PP ഷുക്കൂർ, MK അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. ജനകീയ സമിതി രക്ഷാധികാരികളായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, K. ശ്രീലത, അൻസാരി തിലങ്കേരി, വിനോദ് കുമാർ എന്നിവരെയും ചെയർമാനായി PP ഷുക്കൂറും കൺവീനർ MK അബ്ദുൾ റഷീദും ട്രഷററായി MK നിസാറിനെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.